നമ്മുടെ കോട്ട മൈതാനത്തിന് സൈഡായിട്ട് ഇവിടെ ഭാരതമാതാവിൻ്റെ ഫോട്ടോസൊക്കെ വെച്ച് വിളക്കെല്ലാം കൊളുത്തി ഇവിടെ പൂജിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് നമുക്ക് നോക്കാം. ചേട്ടാ ഇവിടെ എന്താ ഈ ഫോട്ടോസിൽ? അതായത് ഇന്ന് ലോക പരിസ്ഥിതി ദിനം ആണ്. അപ്പോൾ ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ ഉദ്ഘാടനം എന്നുള്ള കടമ നിർവഹിക്കാനായിട്ട് ഇന്ന് കേരള ഗവർണർ രാജ്ഭവനിൽ മന്ത്രിമാരുടെ മറ്റുള്ളവരുടെയൊക്കെ ഒരു യോഗം വിളിച്ചു കൂട്ടി. അതിൽ വിളിക്കുമ്പോൾ ഈ ഭാരതാംബയുടെ ഫോട്ടോ വെച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അന്തംഗമ്യമായിട്ടുള്ള ചില മന്ത്രിമാരൊക്കെ ഇറങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത് കേട്ടത്. കൃഷി വകുപ്പ് മന്ത്രി ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞത്. തലയിൽ വെളിവില്ലാത്തതുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെ പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ മാത്രമല്ല, ഇത് ലോക പരിസ്ഥിതി ദിനം എന്നുള്ളത് ഇന്ന് തുടങ്ങിയതല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം തൊട്ട് ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു വിഷയമാണ്. കാരണം ശ്രീ സുബ്രഹ്മണ്യൻ ജനിച്ച സമയത്ത് ശ്രീ പാർവതി ദേവി സപ്ത ഋഷികളെ വിളിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ വൃക്ഷത്തൈകൾ കൊടുത്തിട്ട് പറഞ്ഞിട്ടുള്ള അപ്പോൾ കൊടുത്തിട്ട് ലോകം മുഴുവൻ നടാനുള്ള വ്യവസ്ഥ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ചു, എന്തുകൊണ്ടാണ് അത് ചെയ്യണമെന്ന്. ആ ചെയ്യണമെന്ന് പറഞ്ഞതിന് അവർ ലളിതമായിട്ടൊരു ഉദാഹരണം ഒരു ശ്ലോക രൂപേണ ചൊല്ലിക്കൊടുത്തതാണ്. ദശകൂപ സമാവാപി ദശവാപി സമാഹൃത ദശഹൃദ സമോപുത്ര ദശപുത്ര സമോദ്രുമ. പരിസ്ഥിതി ദിനത്തിൽ പാർവതീദേവി അന്ന് അങ്ങനെ സൂചിപ്പിച്ചെങ്കിൽ ആ പാർവതീദേവിയുടെ പ്രതിബിംബമായിട്ട് നമ്മൾ ഇന്ന് ഹിന്ദുക്കൾ ആചരിക്കുന്നതും ഭാരതാംബ എന്നുള്ള നിലയ്ക്ക് ആ ഒരു അംശവും കൂടിയാണ്. അതിന് യാതൊരു സംശയവുമില്ല. ഈ പൊട്ടന്മാർ ഇതിനൊക്കെ അവഹേളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ 10 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു വൃക്ഷം എന്ന് പറയണത്. ഈ ഇറങ്ങിപ്പോയവരുടെയൊക്കെ അച്ഛന്മാർ 10 വൃക്ഷത്തൈകൾ വെച്ചതാണെങ്കിൽ ഇത്തരത്തിലുള്ള ദുരാനുഭവം അവർക്ക് ഉണ്ടാവുകയില്ല, നല്ല പേര് അവർക്ക് കിട്ടുമായിരുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വന്ദേ മാതര ഗാനത്തിൽ തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, സുജലാം സുഫലാം മലയജ ശീതലാം വന്ദേ മാതരം എന്നാണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സസ്യശ്യാമള മാതരം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇതിനെക്കുറിച്ച് അറിയാതെ എന്തെങ്കിലും പുലമ്പിയിട്ട് കാര്യമില്ല. ഭാരതാംബ അമ്പ എന്ന് വെച്ചാൽ അമ്മയാണ്. അമ്മയുടെ കാൽക്കൽ പ്രണമിച്ചുകൊണ്ട് എന്തും തുടങ്ങണം. നമ്മൾ വീട്ടിൽ നിന്ന് എന്തിനിറങ്ങുമ്പോഴും അമ്മയുടെ കാൽക്കൽ അച്ഛൻ്റെ രക്ഷിതാക്കന്മാരുടെ പാദം നമസ്കരിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങുക എന്നുള്ളത് നമ്മുടെ സംസ്കാരമാണ്.